വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ നോക്കിയേ, റീപ്രൊഡക്ഷൻ അല്ലേ, നമുക്കറിയാം റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഫ്രം ദർ പാരൻസ് അല്ലെ, പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് ഈ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലെ. റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലെ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയും നമ്മൾ അല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഗ്രൂപ്പ് റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്കറിയാം. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ ഇസ് mainly of two types, that are asexual reproduction and sexual reproduction. Okay, രണ്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? അസെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട് നമുക്ക്, സെക്ഷൽ റിപ്രൊഡക്ഷനും ഉണ്ട് നമുക്ക്. ഓക്കെ, ഒരു പാരന്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? ദാറ്റ് ഇസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെ. ഒരു പാരന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു പാരന്റ് വഴി നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് എന്ത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, യൂഷ്വലി ലോവർ ഓർഗാനിസംസിലാണ് നമ്മളത് കാണാറുള്ളത്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? നമുക്ക് രണ്ട് പാരന്റ്സ് വേണം അല്ലെ. വി നീഡ് ടു പാരന്റ്സ്. ഓക്കെ, രണ്ട് പാരന്റ്സ് വേണം. ഇവിടെ എന്ത് നടക്കും? ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് നടക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഗ്യാമേറ്റ്സ് വേണം അല്ലേ. ഓക്കെ, ഗ്യാമേറ്റ്സ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകളുടെ പ്രസൻസ് വേണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ആവശ്യം? ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകളുടെ ആവശ്യം നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? നമുക്കിവിടെ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അമീബ, ഫ്ലാറ്റ് വോം, ബാക്ടീരിയ, ഇതൊക്കെ ഏത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ ഫിഷൻ. ഓക്കെ, ഫിഷൻ ആണ്. നമുക്കറിയാം ഒന്നിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെ, രണ്ട് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ പാരൻസിനെ പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ 100% കാർബൺ കോപ്പി പോലെ ഇരിക്കുന്ന നമുക്ക് ഓഫ് സ്പ്രിങ്സിനെ കിട്ടും അല്ലെ, ഫിഷൻ വഴി. ഓക്കെ, ദാറ്റ് ഇസ് എ ഫോം ഓഫ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ എന്ത് മാത്രം മതിയുടെ? ഒറ്റ പാരന്റ് മതി അല്ലേ. ഓക്കെ, സോ അമീബ, ഫ്ലാറ്റ് വോം അതുപോലെ നമ്മുടെ ബാക്ടീരിയ ഒക്കെ ഏത് വഴിയാണ്? വിച്ച് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ത്രൂ ഫിഷൻ അല്ലെ. ഇനി ഹൈഡ്ര, ഈസ്റ്റർ, സ്പോഞ്ച് ഒക്കെ ആണെങ്കിലോ ഇറ്റ് ഇസ് ത്രൂ ബഡ്ഡിങ് അല്ലെ. ബഡ്ഡിങ് വഴിയാണ് നമ്മുടെ ഹൈഡ്ര, ഈസ്റ്റർ, സ്പോഞ്ച് ഒക്കെ. ഓക്കെ, ഇറ്റ് ഇസ് ഓൾസോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി കോക്രോച്ച്, ഫ്രോഗ്, ഹ്യൂമൺ ഒക്കെ ആണെങ്കിലോ നമുക്കറിയാം സിംഗമി, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എവിടെ നടക്കുന്നത്? കോക്രോച്ചിലും ഫ്രോഗിലും ഹ്യൂമൻസിലും ഒക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതിൻ്റെയൊക്കെയാണ്? ഹൈഡ്രയുടെ ചോദിച്ചാൽ നമ്മൾ പറയും ബഡ്ഡിങ് ആണെന്ന് പറയും അല്ലെ. ഹൈഡ്രയിൽ ബഡ്ഡിങ് എങ്ങനെയാടാ? നമ്മൾ പ്ലാന്റ്സിൽ ചെയ്യുന്ന ബഡ്ഡിങ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതൊരു ഹൈഡ്ര ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഹൈഡ്ര ആണെന്ന് വെറുതെ നിങ്ങൾ അനുമാനിച്ചാൽ മതി. ഇത് ഹൈഡ്ര ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ, ഹൈഡ്രയില് ജസ്റ്റ് എ സെക്കൻഡ്, എന്താ പോകത്തേത്? ഓക്കെ, ഇതൊരു ഹൈഡ്ര ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു ചെറിയ ബഡ് ഫോം ചെയ്യും. ഓക്കെ, ഒരു ചെറിയ ബഡ് ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഈ ബഡ് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? കുറച്ചുകൂടി വലുതാവും അല്ലേ. ഈ ബഡ് കുറച്ചുകൂടെ വലുതാവും. അപ്പം ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി കൂടെ വലുതായിട്ടാണ് വരച്ചത്. അപ്പോൾ വളരെ ചെറുതായിരിക്കും, ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ചെറുതായിരിക്കും. പിന്നീട് അത് എന്ത് ചെയ്യും? ഇച്ചിരി കൂടെ അത് വലുതാവും. ഓക്കെ, ഗോഡ് ഇറ്റ്, ഇത്തിരി കൂടെ വലുതായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇത് ഈ പറയുന്ന ഹൈഡ്രയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും. ഓക്കെ, പാരന്റ് പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ഒരു ഓൺ പ്ലാന്റ് ആയിട്ട് അത് ഗ്രോ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ബഡ് ആദ്യം ഫോം ചെയ്യും. ബഡ് ഫോം ചെയ്തിട്ട് പിന്നെ അത് എന്ത് സംഭവിക്കും? അത് ഗ്രോ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? അത് പാരന്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് അത് വേറൊരു പ്ലാന്റ് ആയിട്ട് അത് ഗ്രോ ചെയ്ത് തുടങ്ങും. ഓക്കെ, അതാണ് കേട്ടോ ബഡ്ഡിങ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ ബഡ്ഡിങ് പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻസ് ഒക്കെ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് എന്തൊക്കെ വേണം? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വേണം അല്ലെ. വെരി എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ടെസ്റ്റിസ് അല്ലെ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടെസ്റ്റിസ് അറിയാം അല്ലേടാ. ടെസ്റ്റിസ് അല്ലെ. ടെസ്റ്റിസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേം അല്ലെ. സ്പേമിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ മെയിൽ റീപ്രൊഡക്റ്റീവ്
ഹോർമോൺ അല്ലെ. ഇത് രണ്ടിന്റെയും പ്രൊഡക്ഷൻ എന്ത് വേണം? നമുക്ക് ടെസ്റ്റസ് വേണം അല്ലെ. നിങ്ങൾ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ടെസ്റ്റോസ്റ്റിറോൺ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസിൽ ഡെവലപ്മെന്റിനാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലെ. ഇനി സ്പേം ഡക്റ്റ് അല്ലെ, സ്പേം ഡക്റ്റ് കേട്ടിട്ടുണ്ടാവല്ലോ. സ്പേം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇത് സ്പേം ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പേം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, സ്റ്റോറേജ്. ഓക്കെ, കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി പെനിസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. പെനിസ് എന്തിനാണ്? സ്പേം പുറത്തോട്ട് പോകുന്ന സ്ഥലമാണ് അല്ലെ. ഓക്കെ, സ്പേമിനെ പുറത്തോട്ട് കളയുന്നത് ഏത് വഴിയാണ്? നമ്മുടെ പെനിസ് വഴിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാം? യുറേത്ര അറിയാം അല്ലെ. നമുക്ക് യൂറിൻ അല്ലെ, യൂറിനും സ്പേം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് യുറേത്ര വഴിയാണ് അല്ലെ. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? ഇതൊക്കെയല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എവിടെ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ടെസ്റ്റിസ് പഠിച്ചു വെക്കണം. ഓക്കെ, സ്പേമിന്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനൊക്കെ ടെസ്റ്റിസ് വഴിയാണ്. അത് പുറത്തോട്ട് കളയുന്ന പെനിസ് ആണ്. ഓക്കെ, ജസ്റ്റ് പഠിച്ചു വെക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ നമുക്കറിയാം ഓവറി ഉണ്ടല്ലേ. നമുക്ക് ഓവറി, ഓക്കെ, ഓവറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എഗ് അല്ലെങ്കിൽ ഓവം. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ് അല്ലെ. ഇനി വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ യൂട്രസ് അല്ലെ. യൂട്രസ്, ബേബിയുടെ ഗ്രോത്ത് നടക്കുന്നത് എവിടെയാണ്? യൂട്രസിലാണ് അല്ലെ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഫെലോപ്പിയൻ ട്യൂബ് അറിയാം അല്ലെ. ഫെലോപ്പിയൻ ട്യൂബ് നമുക്കറിയാം. എന്താ ഫെലോപ്പിയൻ ട്യൂബിന്റെ പ്രത്യേകത? നമ്മുടെ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഫ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് അല്ലെ. ഫെലോപ്പിയൻ ട്യൂബിൽ എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അത് എവിടെ നോക്കിയേ? ആഫ്റ്റർ മെച്യൂരിറ്റി ഓവറി റിലീസസ് ഓവം അല്ലെ. മെച്യൂരിറ്റിക്ക് ശേഷം ഓവം റിലീസ് ചെയ്യും അല്ലെ. ഇൻ എവറി 28 days നമുക്കറിയാം. എന്നിട്ട് എന്താ സംഭവിക്കുക? sperm is present. If sperm is present, egg will be fertilized in ampullary isthmic junction അല്ലെ. ഇവർ രണ്ടുപേരും കൂടെ എവിടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ അല്ലെ, ഫെർട്ടിലൈസ് ചെയ്യുന്നത് അല്ലെ. അതായത് sperm പ്ലസ് നമ്മുടെ എഗ് അല്ലെ, ഫെർട്ടിലൈസേഷൻ നടക്കും അല്ലെ. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഫെലോപ്പിയൻ ട്യൂബിൽ എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. ഓക്കെ, കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഓവറി. ഓക്കെ, ഓവറി എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? എഗ് അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ മെച്യൂരിറ്റിക്ക് ശേഷം എന്ത് ചെയ്യും? ഓവം അല്ലെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യും എല്ലാ 28 ദിവസവും അല്ലെ. എന്നിട്ട് സ്പേം അല്ലെ, സ്പേമും എഗ്ഗും കൂടെ ഫെർട്ടിലൈസ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചത് ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഫെലോപ്പിയൻ ട്യൂബിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അതെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നമുക്ക് യുറേറ്റർ ഉണ്ട്. ഓക്കെ, യുറേറ്റർ, വാസ് ഡിഫറൻസ്, ഓക്കെ, സെമിനൽ വെസ്റ്റിക്കിൾ, ഓക്കെ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് നമുക്കൊരു എന്താ പറയാ, ഒരു ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് സ്പേമിന് നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ബൾബോത്രൽ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, ഇറക്ടൈൽ ടിഷ്യൂ ഉണ്ട്. എപ്പിഡിഡൈമസ് ഉണ്ട്. ഓക്കെ, യുറേത്ര അല്ലെ. പിന്നെ അതുപോലെ ടെസ്റ്റിക്കിൾ ഉണ്ട്. ഓക്കെ, പെനിസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീമെയിലാണെങ്കിലോ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട് അല്ലേ, ഓവറി, ഓക്കെ, നമ്മുടെ സെർവിക്കൽ കനാല്, ഓക്കെ, വജൈന വഴിയാണ് നമുക്ക് ബേർത്ത് നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഓക്കെ, ഫോർമേഷൻ ഓഫ് സൈഗോട്ട് അല്ലെ. നമുക്കറിയാം ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സൈഗോട്ട് ആണ്. ഇനി അംബ്ലിക്കൽ കോഡിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ കോഡ് ദാറ്റ് കണക്ട്സ് മദർ വിത്ത് ദ ബേബി അല്ലെ. അമ്മയും അതുപോലെ ബേബിയും കണക്ട് ചെയ്യുന്നതാണ് ഇത് അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്നത്. പ്ലാസന്റെ ആണെങ്കിലോ കണക്ഷൻ ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മദർ, അതുവഴിയാണ് എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നത്? ബ്ലഡ്, ന്യൂട്രിയൻസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അല്ലെ. പ്ലാസന്റ എന്ന് പറയുമ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മദർ ആണ്. ഓക്കെ, അതുവഴി എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിയടാ? ബ്ലഡ്, ന്യൂട്രിയൻസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതുവഴിയാണ് കൊടുക്കുന്നത് അല്ലെ. അംബ്ലിക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടുപേരും നമ്മളുള്ള കണക്ഷൻ ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് അംബ്ലിക്കൽ കോഡ്, ഇവിടെയാണ് പ്ലാസന്റ ഉള്ളത്. ഓക്കെ, പ്ലാസന്റ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അംബ്ലിക്കൽ കോഡ് വരും, രണ്ടുപേരും കൂടെയുള്ള കണക്ഷൻ ആണത് അല്ലെ. ഇതാണ് ഫീറ്റസ്, ബേബി അല്ലെ, യൂട്രസിനകത്താണുള്ളത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. യെസ്, ഇനി ഇവിടെ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ അല്ലെ. സ്പേം വരും, സ്പേമും ഓവും കൂടെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യൂടാ? സൈഗോട്ട് ഫോം ചെയ്യും അല്ലെ. ഇതാണ് പിന്നീട് എംബ്രിയോ ആയിട്ടും പിന്നീട് ചൈൽഡ് ആയിട്ടും ഒക്കെ മാറുന്നത്. ഓക്കെ, സ്പേമും എഗ്ഗും രണ്ടും കൂടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്താവൂടാ? സൈഗോട്ട് ആവും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇനി നോക്കിയേ, ജസ്റ്റേഷൻ പീരീഡ് അല്ലെ.
ജസ്റ്റേഷൻ പീരീഡ് എന്താ നോക്കിയേ 9 months അല്ലെ എംബ്രിയോ ഡെവലപ്സ് ഇൻ യൂട്രസ് അല്ലെ ആ 9 മാസം യൂട്രസിൽ നമ്മുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ലാക്ടേഷൻ പീരീഡ് ആണെങ്കിലോ നമുക്കറിയാം അല്ലെ ചൈൽഡ് ഡെലിവറി ഇത് കഴിഞ്ഞിട്ട് അല്ലെ ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത് അല്ലെ പിന്നെ നമുക്കറിയാം ഫസ്റ്റ് മിൽക്ക് അല്ലെ അമ്മയുടെ ആദ്യത്തെ മിൽക്കിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ കൊളസ്ട്രം അല്ലെ ആ കൊളസ്ട്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് പ്രോട്ടീൻ ആന്റിബോഡീസ് ഒക്കെയാണുള്ളത് അല്ലെ ഈ കൊളസ്ട്രോൾ നമുക്കറിയാം യെല്ലോ കളറിലായിരിക്കും അല്ലെ അമ്മയുടെ ആദ്യത്തെ പാലെന്ന് പറയുന്നത് ഒരു യെല്ലോ കളറിലായിരിക്കും ആ യെല്ലോ കളർ പാലിനാണ് നമ്മൾ പറയുന്ന പേരാണ് കൊളസ്ട്രം എന്ന് പറയുന്നത് ഓക്കെ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ആന്റിബോഡീസ് പ്രോട്ടീൻസ് ഒക്കെയാണ് ഓക്കെ കുഞ്ഞിന് പിന്നെ ഇവിടെ ജീവിച്ചു പോകണമല്ലോ ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസ് ഒക്കെയാണ് അതിനകത്തുള്ളത് ഓക്കെ ഇനി ഫീമെയിൽ ഹോർമോൺസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രഗ്നൻസി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൊജസ്ട്രോൺ ഉണ്ട് ഓക്കെ ഹെൽപ്സ് സ്റ്റിമുലേറ്റ്സ് ദ തിക്കനിങ് ഓഫ് യൂട്രസ് ലൈനിങ് ഡ്യൂറിങ് ഓവറിയൻ സൈക്കിൾ ഓക്കെ റിലാക്സിംഗ് ഉണ്ട് റിലാക്സിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയത് ഡ്യൂറിങ് പ്രഗ്നൻസി വൈഡൻസ് ദ യൂട്രൈൻ cervix so that the child is delivered easily okay അത്യാവശ്യം വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഏത് നമ്മുടെ റിലാക്സിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്കറിയാം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അല്ലെ മെയിലില് നമ്മൾ എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാസക്ടോമി അല്ലെ ഫീമെയിൽസിലാണെങ്കിൽ അത് ട്യൂബക്ടോമി ആണ് അല്ലെ കോൺട്രാസെപ്ഷൻ അല്ലെ നമുക്കറിയാം പ്രിവെൻഷൻ ഓഫ് യൂണിയൻ ഓഫ് സ്പേം ആൻഡ് ഓവം അല്ലെ സ്പേമും ഓവവും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന മെത്തേഡ്സ് ആണ് ഡയഫ്രം അതുപോലെ തന്നെ പിൽസ് കോപ്പർ ടീ അല്ലെ ക്വാണ്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഓക്കെ അതൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആയിട്ട് പറയുന്നത് പിന്നെ അമിനിയോസിന്തസിസ് അല്ലെ നോക്കി അമിനിയോസിന്തസിസ് അല്ലെങ്കിൽ അമിനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ഓക്കെ എന്താ നോക്കിയേ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ സെക്സ് ഓർ ഡിസോർഡർ ഓഫ് ഫീറ്റസ് ഓക്കെ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞിന്റെ ഡിസോർഡർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുഞ്ഞിന്റെ ജെൻഡർ ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏത് അമിനിയോസിന്തസിസ് അല്ലെങ്കിൽ അമിനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിലൂടെയാണ് നമുക്ക് കുഞ്ഞിന്റെ ജെൻഡർ അറിയുന്നത് അല്ലെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ റീലൊക്കെ കാണുമ്പോൾ അവർ ജെൻഡർ റിവീലിംഗ് സെറിമണി ഒക്കെ നടത്താറുണ്ട് അല്ലെ അപ്പോൾ ജെൻഡർ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും അറിയും ഓക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നില്ല അത് നമ്മൾ പറയാറില്ല അല്ലെ ജെൻഡർ ഏതാന്ന് പറയാറില്ല റീസൺ എന്താണ് നമുക്കറിയാം കുറേ ഇൻഫാന്റിസൈഡ് പോലെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെ പെൺകുഞ്ഞാണെങ്കിൽ കൊല്ലുന്ന ഇതായിട്ടുള്ള രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയില്ല കുഞ്ഞ് ജനിക്കുന്നത് വരെ ജെൻഡർ ഏതാന്ന് അറിയില്ല അല്ലെങ്കിൽ ജെൻഡർ റിവീൽ ചെയ്യില്ല അല്ലെ ഇനി സെക്സ് ഡിറ്റർമിനേഷൻ നമുക്കറിയാം നോക്കിയേ അപ്പോൾ നമുക്കറിയാം അമ്മയിലാണെങ്കിൽ എക്സും എക്സും ആണുള്ളത് അല്ലെ അപ്പോൾ ഫീമെയിലിന്റെ സൈഡിൽ നിന്ന് എക്സും മെയിലിന്റെ സൈഡിൽ നിന്ന് വൈയുമാണ് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക എക്സ് വൈ ആണ് ഓക്കെ എക്സ് വൈ ആണെങ്കിൽ കുഞ്ഞെന്തായിരിക്കും മെയിലായിരിക്കും ഓക്കെ അതേസമയം രണ്ട് സൈഡ് അമ്മയുടെ സൈഡിൽ നിന്നും എക്സ് അച്ഛൻ്റെ സൈഡിൽ നിന്നും എക്സ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക എക്സ് എക്സ് ആയിരിക്കും അപ്പോൾ കുഞ്ഞെന്തായിരിക്കും ഫീമെയിൽ ആയിരിക്കും ഓക്കെ ഇനി അതുപോലെ തന്നെ സെക്സ് ഓഫ് എ ന്യൂ ബോൺ ബേബി ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദേഴ്സ് ക്രോമസോം അല്ലെ അച്ഛൻ്റെ ക്രോമസോം ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കാരണം നമുക്കറിയാം അച്ഛൻ്റെ ക്രോമസോമിലാണ് എന്തുള്ളത് എക്സും വൈയും ഉള്ളത് അല്ലെ ഇവിടെ നിന്ന് ഏത് ഗാമേറ്റ് വരുന്നോ എക്സ് വരുന്നോ വൈ വരുന്നോ എന്നുള്ളതനുസരിച്ചിരിക്കും കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം അല്ലെ സോ അച്ഛൻ്റെ ക്രോമസോംസ് ആണ് എന്ത് തീരുമാനിക്കുന്നത് കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ മെൻസ്ട്രൽ സൈക്കിൾ നോക്കിയാൽ നിങ്ങൾ ഫ്രം പ്യൂബേർട്ടി നമ്മുടെ പ്യൂബേർട്ടി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 10 to 14 years ആണ് അല്ലെ 10 തൊട്ട് 14 വയസ്സ് വരെയാണ് ഓക്കെ മെനോപോസ് അല്ലെ അവസാനിക്കുന്നത് എപ്പോഴാണ് 40 തൊട്ട് 50 വയസ്സിലാണ് അവസാനിക്കുന്നത് അതിനാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത് മെനാർക്കി എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് മെൻസ്ട്രൽ ഫ്ലോ ഓർ പീരിയഡ് അല്ലെ ആദ്യത്തെ മെൻസ്ട്രൽ ഫ്ലോയിനെ അല്ലെങ്കിൽ ആദ്യത്തെ പീരീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെനാർക്കി എന്ന് പറയുന്നത് ഓക്കെ മെനോപോസ് എന്താ നോക്കിയേ സ്റ്റോപ്പിംഗ് ഓഫ് ഓവുലേഷൻ ആൻഡ് മെൻസസ് അല്ലെ അതായത് വുമൻസിന് പിന്നീട് എന്തുണ്ടാവില്ല റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല ഓക്കെ അതായത് പിന്നീട് എന്തില്ല ഓവുലേഷനോ മെൻസസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെനോപോസിന് ശേഷം ഓക്കെ മെനോപോസിന് ശേഷം റീപ്രൊഡക്ഷൻ നടത്താനുള്ള എബിലിറ്റിയും കൂടെ നഷ്ടപ്പെടുകയാണ് ഓക്കെ ഇനി മെൻസ്ട്രേഷൻ എന്താണ് നമുക്കറിയാം പീരിയോഡിക് ആയിട്ട് വരുന്ന വജൈനൽ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ കിട്ടിയില്ലേ അപ്പോൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് പീരിയോഡിക്കൽ വജൈനൽ ബ്ലീഡിംഗ് ആണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നമ്മൾ കുറേ കാലങ്ങളായിട്ട് പഠിക്കുന്ന കാര്യങ്ങളുമാണ് മനസ്സിലാക്കി വെക്കുക കേട്ടോ ടിഷ്യൂ കൾച്ചർ നിങ്ങൾക്ക് അറിയാലോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാബർലാൻഡ് ആണ് ഓക്കെ സയൻസ് ഫോർ കൾട്ടിവേറ്റിംഗ് അനിമൽ ടിഷ്യൂ ഇൻ
ആർട്ടിഫിഷ്യൽ മീഡിയം അല്ലെ, ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അനിമൽ ടിഷ്യൂസിനെ എന്ത് ചെയ്യാൻ പറ്റും, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, അതുവഴി പുതിയ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ടിഷ്യൂ കൾച്ചർ നിങ്ങൾക്ക് അറിയാം, ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കാണും. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാം. യെസ്, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻസ് ഓർഗൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.